ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ മാത്തൻ കെ സാമുവൽ, Recording in progress. മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിരന്തരമായ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരൽപ്പം തോർച്ച ഇപ്പോൾ ഉണ്ട്. എന്നാലും ഈ നെറ്റിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. ഈ വാക്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആത്മനിറവുള്ള ഒരു സഭയുടെ സവിശേഷതകൾ. പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒരു 3000 പേര് ആ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവന്ന കാര്യങ്ങളാണ് എഴുത്തുകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പുതിയ കമ്മ്യൂണിറ്റിയാണ്. യെരുശലേം സഭയാണ്. ഒന്നാമത് നമ്മൾ കണ്ടത്, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ അവര് ഒരു ലേണിംഗ് ചർച്ചാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അവരൊരു ലവിങ് ചർച്ചാണ്. ലേണിംഗ് ചർച്ച് അല്ലെങ്കിൽ നാണയത്തിന്റെ മറുവശം ടീച്ചിങ് ചർച്ച, ബൈബിൾ ഓറിയന്റഡ് ചർച്ചാണ്, സ്ക്രിപ്ചർ ബേസ്ഡ് ചർച്ചാണ്. ആളുകൾ കടന്നു വരുന്നത് മറ്റ് യാതൊരു കാര്യത്തിനുമല്ല, ദൈവവചനം പഠിക്കുവാനാണ്. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശമാണത്. രക്ഷിക്കപ്പെടുന്ന ആളുകളെ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് നയിക്കണം. അത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോഴാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ പഠിച്ചത് ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ യേശുവിന്റെ അനുയായികളായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഗ്രേറ്റ് കമ്മീഷന്റെ ആ വചനങ്ങൾ യെരുശലേം സഭയിലെ നേതൃത്വം അതുപോലെ ഏറ്റെടുത്ത് അവർ ആ സഭയിൽ പ്രായോഗികമാക്കുകയാണ്. വിശ്വാസികൾ കടന്നു വരുന്നത് ദൈവവചനം പഠിക്കാനാണ്. അപ്പൊ ഞാൻ ഇന്നലെ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, യഥാർത്ഥ സഭയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അറിയാം? ദ ട്രൂ ചർച്ച് ആൻഡ് ദ ഫോൾസ് ചർച്ച്, ദ ജെനുവിൻ ആൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ്, എങ്ങനെ അറിയാം? നമ്മുടെ ഇടയിൽ തന്നെ ചർച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നല്ല സഭയാകട്ടെ, ഞങ്ങളുടെ സഭ നല്ല സഭയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ആ ബിൽഡിങ് നല്ലതാണെന്നാണോ? ഞങ്ങളുടെ സഭയിലൊന്ന് വന്നു നോക്കണം, നല്ലതാ. എന്താണ്, കൊയർ ടീമാണോ അവിടുത്തെ പ്രശ്നം? അവിടെ നല്ല കൊയർ ടീം. ചിലരൊക്കെ ഇപ്പൊ ഒരേ ഡ്രസ്സിലൊക്കെ നിൽക്കും. നല്ല ചർച്ച്. വേറെ ചിലർക്ക് അഭിമാനം പ്രസംഗപീഠമാണ്, കാരണം തേക്ക് തടി കൊണ്ടാണ് അത് പണിതിരിക്കുന്നത്. ഇതൊക്കെ ട്രൂ ചർച്ചിന്റെ മാർക്കാണോ? എന്തോ ഈ കാലഘട്ടത്തിൽ നമ്മൾ മേജർ ചെയ്തത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് നമ്മുടെ ആളുകൾ മുടക്കിയത്.
പക്ഷെ ഇതൊന്നും ഒരു ട്രൂ ചർച്ചിന്റെ മാർക്കല്ല. മറ്റു ചിലർക്ക് അഭിമാനം എന്ന് പറയുന്ന, ബ്രദറെ ഞങ്ങളൊക്കെ വെള്ള ഉടുപ്പിടുക, അല്ല എപ്പോഴും ഞങ്ങൾ വെള്ളയാ, ഞങ്ങളുടെ അവിടെ ആരെങ്കിലും മീശ വല്ലതും വെച്ചാൽ ഞങ്ങൾ ശരിയാക്കി കളി. അപ്പം അതാണ് ട്രൂ ചർച്ചിന്റെ മാർക്ക്. വേറെ ഒത്തിരി പേർക്ക് ഞങ്ങൾക്ക് ഓർണമെന്റ്സ് എല്ലാം നീക്കി വരാം, ഞങ്ങൾ അങ്ങനൊന്നും ഇടാൻ സമ്മതിക്കില്ല, കർത്തൃമേശ ഞങ്ങൾ കൊടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം മേജർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു മലയാളി ക്രൗഡിൽ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മറുവശം പറയും, ഞാൻ പറഞ്ഞത് ഓർണമെന്റ് ഇടാനോ കറുത്ത ഉടുപ്പ് ഇടാനോ അല്ല, വിഷയം അതല്ല. അല്ലെങ്കിൽ ദൂത് മുഴുവനും നഷ്ടപ്പെടും, ഈ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു ഭാഗം എടുക്കും, എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്യും. വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ. സന്ദേശം എന്താണ്? വാട്ട് ഈസ് ദ മാർക്ക് ഓഫ് എ ട്രൂ ചർച്ച്? ഒരു സ്പിരിറ്റ് ഫിൽഡ് ചർച്ച് ആണെങ്കിൽ യെരുശലേം സഭയ്ക്ക് എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കാര്യം? അവരുടെ പ്രധാനപ്പെട്ട കാര്യം, അവർ ദൈവവചനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വചനം കേൾക്കാൻ വേണ്ടി വരും, വചനം നേതൃത്വം പഠിപ്പിച്ചു. അന്യോന്യം പരസ്പരം ഭയങ്കര സ്നേഹബന്ധം, സ്വന്തം വീട് വരെ വിറ്റ് ആവശ്യക്കാർക്ക് കൊടുക്കുക. അപ്പം സ്പിരിച്വൽ ചർച്ചിന്റെ ഫസ്റ്റ് മാർക്കായിട്ട് ഈ 42-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. പാട്ട് പാടുന്നതിനെക്കാട്ടിലോ എന്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് അവര് ദൈവവചനത്തിനാണ് കൊടുത്തത്. അതും കണ്ടിന്യൂവലി ഡിവോട്ടിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ദൈവവചനം കേൾക്കുക, സത്യമായിട്ടുള്ള ഉപദേശം അവർ കേൾക്കുക. അപ്പോസ്തലന്മാർ അതാണ് പഠിപ്പിച്ചത്. ഇതായിരിക്കണം ഒരു സഭയുടെ പ്രധാനപ്പെട്ട അജണ്ട. ഹെൽത്തി കോൺഗ്രിഗേഷൻ ആണോ? ഇതാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണെങ്കിലും കൃത്യമായി നമ്മൾ അറിയണം, പെന്റക്കോസ്റ്റലിസം ഈസ് ഇൻ ഡേഞ്ചർ. ഞാൻ നിങ്ങളോട് മാത്രമല്ല, എനിക്ക് കർത്താവ് അവസരമൊരുക്കുന്ന എല്ലായിടത്തും ഇത് സൂചിപ്പിക്കാറുണ്ട്. ഇതൊരു 10, 25, 30, 35 വർഷമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ബിബ്ലിക്കൽ പ്രീച്ചിങ്ങിനെ, അതിൻ്റെ ആ പ്രൈമറി റോളിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. യൗവനക്കാരെ എല്ലാം കൂടെ കൂട്ടി ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന പുള്ളികളുണ്ട്. കൊള്ളാം അല്ലേ? പിന്നെ ഡ്രാമ അഭിനയിക്കുക. എപ്പോഴെപ്പോഴും ഈ വചനം എന്നും പറഞ്ഞിരുന്നാലേ അവർക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ പാസ്റ്ററെ? എത്ര സട്ടിലായിട്ടാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഈ യൗവനക്കാരുടെ മീറ്റിങ്ങുകൾ തന്നെ ഇവിടെയൊക്കെ ഞാൻ കണ്ടുവരുന്നത്. മറ്റു പല കാര്യങ്ങളിലാണ് ശ്രദ്ധ പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ തന്നെ ഏതെങ്കിലും വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ കൂടെ അങ്ങ് ഇൻവോൾവ് ചെയ്യും. കാരണം തീരെ അങ്ങ് ഇല്ലെന്നും വേണ്ട. അത് അല്ലായിരുന്നു പുതിയ നിയമസഭയുടെ റോള്. മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറയുന്ന ശക്തനായ ദൈവദാസൻ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ ഒരു ദൈവദാസൻ, എക്സ്പോസിഷൻ മെസ്സേജുകൾ അദ്ദേഹം ഏറ്റവും മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം ഈ ദൈവവചനത്തെ സഭകൾ റീപ്ലേസ് ചെയ്ത് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ കാര്യം ഞാൻ അതുപോലെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇംഗ്ലീഷിലാണ്, എന്നാൽ അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ഓൾ ദിസ് അറ്റ് ബെസ്റ്റ് ഈസ് സെക്കൻഡറി. വേറെ എന്ത് നിങ്ങൾ എടുത്തു, കോറിയോഗ്രാഫി കാണിച്ചു, ഡ്രാമ എടുത്തു, ഡ്രാമ കളിച്ചു, പിന്നെന്താ ക്രിക്കറ്റ് കളിച്ചു, പിന്നെ
ഇതെല്ലാം സെക്കൻഡറി ആണ്. എന്നിട്ട് പറയാ, വെരി ഓഫൺ നോട്ട് ഈവൻ സെക്കൻഡറി, ഓഫൺ നോട്ട് വർതി ഓഫ് എ പ്ലേസ് അറ്റ് ഓൾ. അറ്റ് ബെസ്റ്റ് സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് പറയാ, ഇറ്റ്സ് നോട്ട് ഈവൻ വർതി ഓഫ് എ പ്ലേസ് ഇൻ ദ ചർച്ച്. എന്നിട്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുക, അറ്റ് ബെസ്റ്റ് സെക്കൻഡറി, ദ പ്രൈമറി ടാസ്ക് of the church and of the Christian minister is the preaching of the word of God. അതാണ് ബൈബിൾ തരുന്ന പാറ്റേൺ. പെന്റക്കോസ്റ്റൽ ദൈവസഭ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. പ്രോബ്ലംസ് പലതും സോൾവ് ആവും. വചനം പഠിപ്പിക്കുന്ന, നമുക്കിങ്ങനെ പറയാം, ബൈബിൾ കോളേജുകളാണ് ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചസ്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതാണ്, വചനം പഠിപ്പിക്കുക. എന്തിനാ പഠിപ്പിക്കുന്നത്? കേവലം നോട്ട് എഴുതാനല്ല. കേൾവിക്കാരൻ അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. പഠിപ്പിക്കുന്നവൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ദൈവം വെച്ചിരിക്കുന്ന ഒരു രീതി. രണ്ടാമത് നമ്മൾ ഇന്നലെ കണ്ടത് ഫെലോഷിപ്പ്, കൊയിനോനിയ. അത് രണ്ട് തരത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, we have fellowship with God, we have fellowship with Jesus, we have fellowship with the Holy Spirit. അങ്ങനെ ഉള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരേ വിശ്വാസത്തിലുള്ളവർ തമ്മിൽ ഷെയർ ചെയ്യും, സ്നേഹം പങ്കുവയ്ക്കും. സ്നേഹത്തിൽ നമുക്കുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ ആവശ്യക്കാർക്ക് നമ്മൾ പങ്കുവയ്ക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു കൽപ്പനയാണ്. ഞാൻ അത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന രാത്രിയിൽ പറഞ്ഞ മെസ്സേജിലെ ഒരു പ്രധാനപ്പെട്ട കൽപ്പന. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. 35-ാം വാക്യം, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഞാൻ സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങൾ ദയവായിട്ട് ഒന്നും നോക്കി ഇങ്ങോട്ട്. നിങ്ങളുടെ ഉള്ളു തുറന്ന് സത്യം ഒന്ന് പറഞ്ഞു. നമുക്ക് ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരൈറ്റമേ ഉള്ളൂ. ഏതാ? സ്നേഹം. എന്ന് പറഞ്ഞാൽ തീരെയില്ലെന്നൊന്നും പറയരുത്. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നമായി. അല്പസ്നേഹമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ബ്രദറെ വിശേഷം? ഒരു സ്നേഹമാണ്. യേശു എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഏൽപ്പിച്ചു കൊടുത്തു. ദാറ്റ് ഈസ് ലവ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഓ, ഗോഡ് ലവ്സ് യു ബ്രദർ. ഗോഡ് ലവ്സ് യു എന്ന് പറയുന്ന മേഴ്സഡീസ് വണ്ടി തന്നതല്ല. ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതാണ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. എന്നാൽ അടുത്ത വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ
സാക്ഷാൽ സ്നേഹം ആകുന്നു. 11-ാം വാക്യം, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഷെയറിങ് നടക്കുന്നത് ഏതെങ്കിലും ഡൊണേഷൻ കൊടുക്കുന്നിടത്ത് ലിസ്റ്റിൽ പേര് വരാനല്ല. It is an overflow of your love towards your brother. എന്നിട്ട് കർത്താവ് കൽപ്പന കൊടുത്തോ പറയാ, ഇത് നാട്ടുകാർ കണ്ടിട്ട് പറയും ഇവര് എന്റെ ശിഷ്യന്മാരാണ്. ഞങ്ങൾ പെന്തിക്കോസിലാ ബ്രദറെ, ഞങ്ങൾ വേർപെട്ട സമൂഹമാണ്. ഇത് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യനാകത്തില്ല. യേശുവിന്റെ ശിഷ്യനാകണമെങ്കിൽ they must see, witness the character of Jesus flowing through you. യേശുവിന്റെ സ്വഭാവം, ജീസസ് ലവ്ഡ് പീപ്പിൾ. നമ്മെ സ്നേഹിച്ചല്ലേ കർത്താവ് വന്നത്. നമ്മൾ പറയുന്നത് നമ്മളെ കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവിന്റെ പുറകെ ഞങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ വെളിപ്പെട്ട് വരേണ്ടതെന്ന് സ്നേഹവും ആ സ്നേഹത്തിൽ നിന്ന് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ നീഡ്സ്. ഇത് കൂട്ടായ്മ എന്ന വിഷയം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതിന്റെ കൂടെ ഞാൻ ഇത് ആഡ് ചെയ്തതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാണെന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത്. 1 കള്ളനാണ്, 2 ഇരുട്ടിലാണ്, 3 കൊലപാതകനാണ്. എനിക്കത് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ആരാധനയാണ്. പക്ഷെ കൂടെയുള്ള സഹോദരനോട് സ്നേഹമില്ല. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. അത് സ്വയവഞ്ചനയാണ്. ദൈവത്തോട് ഉള്ള സ്നേഹവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, അതിന്റെ ജെനുവിനിറ്റി അറിയണമെങ്കിൽ എൻ്റെ കൂട്ടു സഹോദരനുമായിട്ട് എനിക്ക് കൂട്ടായ്മ, സ്നേഹബന്ധം ഉണ്ടായിരിക്കും. സഹോദരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായാൽ we know if the person is connected to God or not. എങ്ങനെയുണ്ട് ദൈവസഭയിൽ? ദൈവസഭയിൽ എല്ലാവരും തമ്മിൽ ഐക്യതയും സ്നേഹവും ഉണ്ടോ? That shows you are connected with God. സ്നേഹവും ഷെയറിങ്ങും ഐക്യതയും ഒന്നുമില്ല. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയും that person is not connected. സ്തോത്രം. അതുകൊണ്ട് ഈ സെൽഫ് ഡിസെപ്ഷനുകളിൽ നിന്ന് നാം മാറണം. യഥാർത്ഥ ആത്മീയത തിരുവെഴുത്ത് പറയുന്ന ആത്മീയതയല്ലേ, അല്ലാതെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതാണ് ആത്മീയത എന്ന് നമ്മൾ ചിന്തിക്കരുത്. What does the word say? That is true spirituality. ആ ട്രൂ സ്പിരിച്വാലിറ്റി കേവലം എക്സ്റ്റേണൽ അല്ല. ഈ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ്? സ്നേഹമില്ലാതെ ഷെയർ ചെയ്യാം, അത് കാപഠ്യമാണ്. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തീയ സ്നേഹത്തിന്റെ ഓവർഫ്ലോ ആണ്. ഐ എം ലവിങ് മൈ ബ്രദേഴ്സ് ബൈ ഷെയറിങ് for their needs. Praise the Lord. കർത്താവ് ആ വലിയ കാര്യം കാണുവാൻ നമ്മൾക്ക് കൃപ തരട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇംഗ്ലീഷിൽ they were continually devoting themselves to the apostles' teaching and to fellowship, to the breaking of bread and to prayer. നിങ്ങളൊരു കാര്യം അവിടെ നോട്ട് ചെയ്തോ? continually devoting themselves to the apostolic teaching and to fellowship. പിന്നെ and ഇല്ല, കോമ, to the breaking of bread and to prayer. ഈ ഫെലോഷിപ്പിന്റെ ഭാഗമാണ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡും പ്രയറും.
കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ അപ്പം നുറുക്കുന്നത്. കൂട്ടായ്മയുടെ ഭാഗമാണ് കോർപ്പറേറ്റായി ബോഡി ഓഫ് ക്രൈസ്റ്റ് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫെലോഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പം നുറുക്കുക, അതാണ് നമ്മൾ ഇന്ന് അല്പം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ they were a learning church, they were a loving church, they are a Christ-centered church. അല്ലേ? അപ്പം നുറുക്കതല്ലേ? സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കർത്തൃമേശയുടെ കാര്യമാണ്. കാരണം അതാണ് സാധാരണ എല്ലായിടത്തും വായിക്കാറുള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 23 മുതലുള്ള വേദഭാഗമാണ് വാസ്തവത്തിൽ നമ്മൾ വായിച്ച് കർത്തൃമേശ ശുശ്രൂഷയിൽ സംബന്ധിക്കാറുള്ളത്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം 1 കൊരിന്ത്യർ 11-ന്റെ 17 മുതലാണ്. പലപ്പോഴും ആ ഒരു ഭാഗം നമ്മൾ വിടാറുണ്ട്. ഞാൻ അവിടേക്ക് പിന്നീട് വരാം. അതാണ് വാസ്തവത്തിൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ 24-25 വാക്യങ്ങളിൽ കർത്തൃമേശ ഒരു ഓപ്ഷൻ അല്ല. ഇന്ന് നമുക്ക് കർത്തൃമേശയൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് പോകാൻ ഒക്കത്തില്ല. ഒരു ഓപ്ഷൻ അല്ല, അത് കമാൻഡ്മെന്റ് ആണ്. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചില് they were devoted continually to break bread. അവിടെ ബ്രേക്ക് ബ്രെഡ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല ചിന്തകളുണ്ടെങ്കിലും ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഇസ് ദ ലോർഡ് സപ്പർ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ലോർഡ് സപ്പർ അവരുടെ ഒരു ലവ് ഫീസ്റ്റിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലർ ചിന്തിക്കുന്നു മേ ബി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എ മീൽ. പോസിബിളി പാർട്ട് ഓഫ് എ മീൽ. അത് കഴിഞ്ഞ ഉടനെ ലോർഡ് സപ്പറോട് അവരെടുക്കും. അപ്പൊ 24-25 വാക്യത്തിൽ 2 തവണ കമാൻഡ്മെന്റ് ആയിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഡു ദിസ്. ഓപ്ഷൻ അല്ല. സൗകര്യമുണ്ടെങ്കിൽ മതി. നോ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ കൊടുത്ത പ്രാധാന്യത നമ്മൾ കൊടുക്കണം. That's the mark of a spirit-filled church. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റിയത് നമ്മള് റെഗുലർലി ഇറഗുലർ. അപ്പൊ പിന്നെ പാൻഡമിക് ഒക്കെ ആയതുകൊണ്ട് എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോഴത്തേക്ക് എന്തെല്ലാം വിവാദം വന്നു. സൂമിൽ കൊടുക്കുമോ ഇല്ലയോ, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. അതിനെക്കുറിച്ച് ഞാനിവിടെ ഒരു കമന്റ് പറയുന്നില്ല. എനിക്ക് മനസ്സിലായത് ഇത് അതിപ്രധാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ടില്ലാത്തത്, ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് നിമിത്തം ഒരുപാട് പ്രശ്നങ്ങൾ പ്രാദേശിക സഭയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലുള്ള ഗുണമെന്താ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്താ എന്നുള്ളത് ഞാൻ അല്പമായിട്ട് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ താല്പര്യപ്പെടുകയാണ്. കമ്മ്യൂണിയൻ പൗലോസ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതൊരു കമാൻഡ്മെന്റ് ആണ്. ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇതിന്റെ
എന്താണ് ബെനിഫിറ്റ്? കർത്തൃമേശ ശുശ്രൂഷയോട് ഒരുവൻ അടുക്കുമ്പോൾ കൃത്യമായ ദൈവവചന ശുശ്രൂഷയും അന്നുണ്ടെങ്കിൽ സെൽഫ് എക്സാമിനേഷൻ ഉള്ള സമയമാണ്, അല്ലെ? ദൈവത്തിന്റെ വചനം നമ്മളെ ദൈവദാസന്മാർ കേൾപ്പിക്കുന്നു. കൃത്യമായിട്ടും ഇതെങ്ങനെയെങ്കിലും എടുക്കേണ്ടതല്ല എന്ന് ഉള്ള ദൈവശബ്ദം നമ്മുടെ അന്തരാത്മാവിൽ മുഴങ്ങുന്നു. പാപത്തെ ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു, എന്നിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കരം നീട്ടുന്നു. The local body of believers is challenged. അപ്പൊ ഇത് ഇല്ലാതെ പോയാലോ? നമ്മളത് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രാദേശിക സഭയുടെ പ്യൂരിഫിക്കേഷന് വേണ്ടി കർത്തൃമേശ ശുശ്രൂഷ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ തീർച്ചയായിട്ടും അതിന്റെ മാറ്റം ദൈവസഭയിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ലാഘവമായിട്ട് എടുത്ത അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നും വേണമെന്നില്ല ബ്രദറെ. അങ്ങനെ അവരൊക്കെ എല്ലാ ദിവസവും എടുക്കുമായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. നമുക്കിപ്പോ അങ്ങനെ ഒക്കും? ശരിയാണ്, 1-ാം നൂറ്റാണ്ടില് എല്ലാ ദിവസവും ഒരു പക്ഷെങ്കിൽ പോസിബിളി എടുത്തു കാണും. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിൽ തുടർന്ന് നമ്മൾ വായിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആഴ്ചയിൽ ഒന്നായി, ഇപ്പൊ വന്ന് മാസത്തിൽ ഒന്നായി, പാൻഡമിക് അടിച്ചതോടുകൂടി പിന്നെ വർഷത്തിലാകുക, അല്ലേ? അപ്പൊ ഇത് മിനിമൈസ് ചെയ്യുമ്പോൾ ജീവിതയാത്രയിൽ വന്നു കൂടുന്ന ചെറുതും വലുതുമായുള്ള പാപത്തെ കോൺഫ്രണ്ട് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾസോ ഓക്കെ. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ലോക്കൽ ചർച്ച് മൂവ് ചെയ്യും. അപ്പൊ ദൈവസഭയുടെ വിശുദ്ധിക്ക് ഏറ്റവും ആവശ്യമാണ്. ലാഘവമായി എണ്ണി കർത്തൃമേശ ശുശ്രൂഷയുടെ നടത്തിപ്പുകളുടെ ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആ പ്യൂരിഫിക്കേഷൻ, ആ ഹോളിനെസ്, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെ കോൺഫ്രണ്ട് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം, ഇതൊക്കെ ഇല്ലാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 11:26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് വാണിംഗ് കൊടുക്കുന്നത്. എന്താണ് വാണിംഗ്? ഇത് ക്രമം കെട്ടെടുത്താൽ, അയോഗ്യമായി എടുത്താൽ വലിയ പ്രശ്നമാണെന്നാണ് പോൾ പഠിപ്പിക്കുന്നത്. എന്താണ് പ്രശ്നം? നോക്കിക്കേ 26 മുതലുള്ള വാക്യം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. അയോഗ്യമായി എടുത്താൽ കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്താണ് ശിക്ഷാവിധി? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും 1 ബലഹീനരും 2 രോഗികളും ആകുന്നു. 3 അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്താണ് ശിക്ഷ? പൗലോസ് പറയാം 3 കാര്യം നടക്കുമെന്ന്. ബലഹീനരാകും, രോഗികളാകും, നിദ്ര കൊള്ളും. ഞാൻ പലരോട് ചോദിച്ചു, ഈ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എന്നോട് പറഞ്ഞ ആത്മീകമായിട്ട് മരിക്കുമെന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു, അത് നല്ലൊരു വ്യാഖ്യാനമാണല്ലോ. കാരണം ഈ ബലഹീനരാകുമെന്ന് പറഞ്ഞത് ആത്മീയമാണോ, അക്ഷരികമാണോ, ശാരീരികമാണോ? അത് ശാരീരികമായിട്ട്. ഈ രോഗിയാകുമെന്ന് പറഞ്ഞതോ? അത് ശാരീരികമായിട്ട്. അപ്പൊ ഒരേ വാക്യത്തിൽ തന്നെ നിദ്ര കൊള്ളുന്നത് എങ്ങനെ ഈ ആത്മീയമായത്? ബാക്കിയെല്ലാം ശാരീരികമാ, പക്ഷെ നിദ്ര കൊണ്ടത് ആത്മീയമാ. ദാറ്റ് ഈസ് എ റോങ് ഇന്റർപ്രിട്ടേഷൻ. നിദ്ര കൊള്ളുമെന്ന് പറഞ്ഞാൽ ആൾ ചത്തു, മരിച്ചു. കാട്ടി വാക്കല്ലേ. ആ ഇന്റർപ്രിട്ടേഷൻ ആർക്കും കേൾക്കാൻ ഇഷ്ടമല്ല. കൃത്യമായിട്ടും അതിന്റെ വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. അത് നിമിത്തം കൊരിന്തുകാരുടെ ഇടയിൽ പ്രശ്നമുണ്ടായി. ആളുകൾ ചിലർ മരിച്ചിട്ടുണ്ട്, ചിലർ സിക്കായിട്ടുണ്ട്. അപ്പൊ കർത്തൃമേശ ശുശ്രൂഷ ഒരു സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൽ നടക്കുമ്പോൾ അയോഗ്യമായി എടുത്താൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൊരിന്ത് സഭ സ്ഥാപിച്ച പൗലോസ് വളരെ കാര്യമായിട്ട് എഴുതുകയാണ്. ഇറ്റ് ഈസ് എ വാർണിംഗ് പാസേജ്. അപ്പൊ ഈ വചനങ്ങൾ കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ ഒരു ശുദ്ധീകരണം അവിടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തായിരുന്നു അവിടുത്തെ ക്രമക്കേട്? അതിന് 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകണം. 17 മുതൽ 22 വരെ. ഞാനത് വേഗത്തിൽ പറയാം. ശരിക്കും അവിടെ നടന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്തൃമേശ ശുശ്രൂഷ നടക്കുന്നത് ഒരു വലിയ മീലിന്റെ ഭാഗമായിട്ടാണ്. ഈ പോട്ട്ലക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരുത്തർ ആഹാരം കൊണ്ടുവന്ന് ഷെയർ ചെയ്യുക. പണക്കാരനും ദരിദ്രനും എല്ലാം സഭയിലെ വിശ്വാസികളാണ്. എല്ലാവരും കൂടെ കൂടി വരും. പണക്കാരൊക്കെ നല്ല സൂപ്പർ ആഹാരം കൊണ്ടുവരും. എന്നിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാ, ക്രിസ്തീയ സ്നേഹം പങ്കുവയ്ക്കുക. അതിനാ ഇതെല്ലാം തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ ലവ് ഫീസ്റ്റ്. കർത്തൃമേശ കർത്താവിന്റെ കൽപ്പനയാണ്. അത് ഇതുമായിട്ട് ചേർന്ന് പോകുകയാണ്. പക്ഷെ കൊരിന്തുകാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നമെന്ന് പറഞ്ഞാല് ഈ പണക്കാര് ഭയങ്കര സൂപ്പർ ആഹാരമൊക്കെ കൊണ്ടുവന്ന് പാവം പിടിച്ചവർ വരുന്നതിന് മുമ്പ് തന്നെ ഇവരിതെല്ലാം കൂടെ കഴിക്കും. കാരണം പാവം പിടിച്ച പലരും അടിമകളൊക്കെയാ. ശരിക്കും പലരും ആഗ്രഹിക്കുന്നത് ഈ ആഴ്ചയിൽ ഒരു തവണ എങ്കിലും വന്നൊരു നല്ല ആഹാരം കഴിക്കണമെന്നും കണ്ട ഈ വരുന്നത്. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ എല്ലാം ഫിനിഷ് ആക്കും. ഒരു വരുമ്പോഴത്തേക്ക് പറയാം, ബ്രദറെ എന്തോ ചെയ്യാനാ, എല്ലാം അങ്ങ് തീർന്നു പോയി. അപ്പോൾ ഈ ലവ് ഫീസ്റ്റ് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാകുക. അതാണ് പൗലോസ് ഈ 17 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, നിങ്ങൾ കൂടി വരുന്നത് ഇപ്പൊ പ്രോബ്ലമായി. നല്ല കാര്യമായിരുന്നു തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുവാനുള്ള കാര്യം. ഇപ്പോൾ പണക്കാരനും ദരിദ്രനും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. ചർച്ചിനകത്ത് ഭിന്നതയായി. 3-ാമത്തെ അധ്യായത്തിൽ തിയോളജി സംബന്ധമായ കാര്യം, തിയോളജി എന്ന് പറഞ്ഞാൽ പ്രീച്ചേഴ്സ് സംബന്ധമായ കാര്യങ്ങൾ ഭിന്നതയുണ്ട്. ഇവിടെ സോഷ്യൽ സ്റ്റാറ്റസിനോടുള്ള ബന്ധത്തിൽ ഭിന്നതയുണ്ട്. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ സഭയില്? പണക്കാരുടെ ഒരു ടീം, പാവപ്പെട്ടവരുടെ ടീം. അവരൊക്കെ ക്യാമ്പിലെ ആളുകളാണ്. അങ്ങനെ ഉണ്ടോ? സ്തോത്രം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അവിടെ ഗ്രൂപ്പിസമായി. ക്രൂശിൽ കാണുന്ന സ്നേഹത്തിന് വിപരീതമായി ദൈവസഭയിൽ
ഈ ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ വന്നു. ഹൃദയവേദനയോടെ സാധുക്കൾ വീട്ടിൽ പോകുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിലാണ് തന്നെത്താൻ ശോധന ചെയ്യണം. ദൈവസ്നേഹത്തിലാണോ? പരസ്പര ബന്ധമുണ്ടോ? സ്നേഹമുണ്ടോ? ഐക്യതയുണ്ടോ? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കർത്തൃമേശ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം സോഷ്യലായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഇത് മാത്രമല്ല, ചില വേദപണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം, ഈ മീലിന് ശേഷമുള്ള മീലിനകത്തെന്ന് പറഞ്ഞാൽ ഗ്ലട്ടണിയായി ഭയങ്കരമായിട്ട് അങ്ങ് ആഹാരം ഭക്ഷിക്കുക, വീഞ്ഞെല്ലാം കൂടെ കുടിക്കുക, അങ്ങനെ ഒരുമാതിരി ലെവലിലായി. കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കേണ്ട എലിമെന്റ്സ് പോലും ഭയഭക്തി ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പൗലോസ് താക്കീത് കൊടുക്കുകയാണ്. ഇത് നിമിത്തം നിങ്ങളിൽ ചില രോഗികളാകും കേട്ടോ, ബലഹീനരാകും, ചിലർ നിദ്ര കൊള്ളും. ആളുകൾക്ക് ഇതറിയില്ല. പണ്ട് ഒരിക്കല് ഒരു വ്യക്തി ഒരിടത്ത് ചെന്നപ്പോൾ സ്തോത്രകാഴ്ച എണ്ണുക. അപ്പൊ അവിടെ ഇച്ചിരേറെ ആളുകൾ വരിക. സ്തോത്രകാഴ്ച എണ്ണി ഇങ്ങനെ കുറെ എണ്ണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പിന് ആ വീഞ്ഞൂടെ എടുത്തൊന്ന് കുടിക്കും. എന്നിട്ട് പിന്നെ എണ്ണും. ഭയഭക്തിയില്ല, ഇറവറന്റ്. ചിലരിത് കഴിഞ്ഞ് പിള്ളേർക്കൂടെ കൊടുക്കും. എല്ലാരും കഴിയും. See how things have gone. അപ്പോ കർത്തൃമേശ ശുശ്രൂഷ റെഗുലറായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകേണ്ട ലോക്കൽ ചർച്ചിലെ അനുഗ്രഹം, അതില്ലാതിരിക്കുന്നതിന്റെ ആ അനുഗ്രഹക്കുറവ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുക. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് 33-ാം വാക്യത്തിൽ when you come together to eat, wait for one another. ഷെയർ ചെയ്യാനല്ലേ ഇത് കൊണ്ടുവരുന്നത്. അതിന് ഇവിടെ വന്നിട്ട് ഷെയർ ചെയ്യേണ്ടതിന് പകരം തന്നെത്താൻ കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പും ഗ്യാങ്ങും എല്ലാം കൂടെ കഴിക്കുക. എടാ, ഇത്ര വിശപ്പാണ്, നീ വീട്ടിൽ നിന്ന് കഴിച്ചേച്ചു വാ. ഇവിടെ നീ ഇത് കൊണ്ടുവന്നത് പങ്കുവെക്കാനല്ലേ. പ്രൈസ് ദി ലോർഡ്. മറ്റ് ഒന്ന് രണ്ട് ബെനിഫിറ്റ് കൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചെയ്ത ആ മഹത്വമേറിയ ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് ദ ലോർഡ്സ് സപ്പർ. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനെ കുറിച്ചും കണ്ടിന്യൂസ് ആയി ചിന്തിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇത് യെരുശലേം സഭയിൽ നടന്നതാ. ഇവര് കർത്താവിന്റെ ക്രൂശുമരണത്തിന് എത്രയോ തൊട്ടടുത്ത് നിന്ന ആളുകളാ അല്ലേ. അവർക്കിത് കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം, ആ പ്രേരണയായിരുന്നു. ദേ വാണ്ടഡ് ടു തിങ്ക് അബൌട്ട് ദെയർ ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ 2000 വർഷം കഴിഞ്ഞു നിൽക്കുന്ന നമുക്ക് എത്ര അധികമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അവിടുന്ന് നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്. Christ centered church. The Spirit led them to become a Christ centered church. കർത്താവിന്റെ മഹത്വം. അതുപോലെ 26-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എന്ന് പറയുമ്പോൾ പ്രൊഫറ്റിക് ആണ്. ഭാവിയെ നോക്കിക്കൊണ്ട് കർത്താവ് വരുവോളം, എന്നിട്ട് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. മരണം കഴിഞ്ഞതാ. ഹിസ്റ്റോറിക്കലി പോയിന്റിങ് ടുവേർഡ്സ് ജീസസ് ഡെത്ത്.
prophetically pointing towards the return of Jesus Christ. ഇതെല്ലാം കർത്തൃമേശയിൽ നടക്കുക. അങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ചുമുള്ള ചിന്തകൾ വരുമ്പോൾ ആ ബ്ലെസ്സഡ് ഹോപ്പ് ഒരു മനുഷ്യന്റെ അകത്ത് കത്തിയാൽ അവനെ വിശുദ്ധിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യും. അല്ലേ? യേശു വരുമ്പോ പോണ്ടേ? യേശു വരുന്ന പെന്തിക്കോസുകാരെ ചേർക്കാനല്ല, വിശുദ്ധ ജനത്തെ ചേർക്കാൻ, മണവാട്ടിയെ ചേർക്കാൻ. അതിനകത്ത് പെന്തിക്കോസുകാരും കാണും, വിശുദ്ധിയിൽ നിൽക്കുന്നവര്. നാമധേയ പെന്തിക്കോസുകാരനല്ല പോകുന്നത്, ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ക്രമീകരിച്ച് നിർത്തിയവർ. ഞാൻ വാക്യം വായിക്കട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 3:2-3 വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത ശ്രദ്ധിക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ഒരുവൻ പറഞ്ഞാൽ ആരാണ് കാത്തിരിക്കുന്നത്? തന്നെത്താൻ നിർമ്മലീകരിക്കുന്നവൻ. ആ പ്രത്യാശയുള്ളവന് ഒരു ലക്ഷ്യമാണ്. He will purify himself. Praise the Lord. അങ്ങനെയുള്ളവര് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കും. അവർ ഈ ലോകത്തിൽ സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിക്കും. അല്ലാതെ ജീസസ് ഈസ് കമ്മിങ് എന്ന് പാട്ട് പാടിയാൽ ജീസസ് വരുമ്പോ പോകും. ജീസസ് വരുമ്പോൾ പ്രത്യാശയുള്ളവര് തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. അപ്പോൾ ലോർഡ് സപ്പർ നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേടുകളിൽ ലോർഡ് സപ്പറിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അൺകൺഫസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സിന്നുകൾ നമ്മൾ ഏറ്റുപറയും. പാപബോധമുണ്ടാകും. വിശുദ്ധിയിലേക്ക് ദൈവത്തിന്റെ ജനം നയിക്കപ്പെടും. മാത്രവുമല്ല, കൂട്ടായ്മയുടെ ഭാഗമാണ്. ദൈവമക്കൾ തമ്മിലുള്ള ഐക്യത അവിടെ വെളിപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം 10-16-17 വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. It shows unity among the believers. പക്ഷേ ചിലയിടത്ത് കർത്തൃമേശ നടക്കാൻ ഒക്കാത്ത സാഹചര്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ ഇടയിലുള്ള സ്നേഹനിമിത്തം ഇപ്പോൾ കർത്തൃമേശ നടത്താൻ സാധിക്കുന്നില്ല. എന്താ? ചാക്കോച്ചനും കുഞ്ഞുവാനും കൂടെ ഇടിയായിപ്പോ വഴക്ക. പിന്നെ വേറെ കുറെ പേരുണ്ട്, എന്നാ വഴക്കാന്നില്ല, ഒരു കർത്തൃമേശ എടുക്കും. ഈ രാഷ്ട്രീയമെല്ലാം കൂടെ കളിച്ച് ഒരുത്തന് പാര വെച്ച് ഈ വോട്ടെല്ലാം കൂടെ മറിച്ച് പിടിച്ച് സ്ഥാനത്ത് കയറി നിന്ന് എങ്ങനാ ഇതൊക്കെ സാധിക്കുന്നെന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാ പരിപാടി കാണിച്ചാലും കർത്തൃമേശ. റെവറൻഷ്യൽ ഫിയർ ഇല്ലാതെ പോയ കാലഘട്ടം. യെരുശലേം സഭ, ആത്മനിറവുള്ള സഭ, they were continually devoted to breaking of bread. ഇതേ വാക്കുകൾ കുറച്ചുകൂടെ ആ ഭാഗത്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ, നമുക്ക് കുറെ വാക്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ, അവർ വീട്ടിൽ അപ്പം നുറുക്കുകയും ആഹാരമൊക്കെ കഴിക്കുകയും ചെയ്തു. എഗെയിൻ ആ മീലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് നമ്മുടെ ചർച്ചില്? ആർ വി ഈഗർ, ആർ വി പെർസിസ്റ്റന്റ് ഇൻ ടേക്കിംഗ് ദ ലോർഡ് സപ്പർ?
നിങ്ങളിൽ ചിലരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി കർത്തൃമേശയിൽ ഭാഗവാക്കായിട്ട്? അതിന്റെ പൂർണ്ണ ഗൗരവത്തിൽ എടുത്തിട്ട് എത്ര നാളായി? അതോ ഇത് മതപരമായ ഒരു ചടങ്ങായി മാത്രമാണോ എടുക്കുന്നത്? പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന 2 കാർമിക ശുശ്രൂഷകൾ, ഒന്ന് ലോർഡ്സ് സപ്പർ, 2 വിശ്വാസ സ്നാനം. ഇത് രണ്ടും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. രണ്ടും കൽപ്പനയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരാണ് കർത്തൃമേശയിൽ ഭാഗവാക്കാകേണ്ടത്. രക്ഷിക്കപ്പെടാത്തവർ കൊടുക്കുന്ന പുള്ളികളൊക്കെ ഉണ്ട്. That is not biblical. Praise the Lord. Hallelujah. ആകട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. 4-ാമത്തെ കാര്യം, പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആത്മനിറവുള്ള സഭ, ഇറ്റ് വാസ് എ പ്രേയിങ് ചർച്ച്. ഇതൊക്കെ കാര്യങ്ങളാ യൗവനക്കാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ. നമ്പർ 1, എ ലേണിംഗ് ചർച്ച്. നമ്പർ 2, എ ലവിംഗ് ചർച്ച്. നമ്പർ 3, ക്രൈസ്റ്റ് സെന്റേർഡ് ചർച്ച്. നമ്പർ 4, പ്രേയിങ് ചർച്ച്. പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതിലവർ ഡിവോട്ടഡ് ആയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ അവസാന രാത്രിയിൽ കർത്താവ് 2 പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകൾ നടത്തി. യോഹന്നാൻ 13:31 മുതലുള്ള വേദഭാഗം, 15-16 അധ്യായങ്ങളിൽ 2-ാമത്തെ ഡിസ്കോഴ്സ്. ഈ ആദ്യത്തെ ഡിസ്കോഴ്സ് 14-ാം അധ്യായത്തിൽ അതിന്റെ 13-14 വാക്യത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് വാഗ്ദത്തം കൊടുത്തിരുന്നു. നോക്കിക്കേ, ജോൺ 14:13 and 14. ആ സമയത്ത് ശിഷ്യന്മാര് ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഈ വാഗ്ദത്തം ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ വളരെ കാര്യമായിട്ടെടുത്ത് നിരന്തരം പ്രാർത്ഥിച്ചു. They were a praying people. ഇവിടെ നമ്മൾ കാണുന്നത് കോർപ്പറേറ്റ് പ്രയർ ആണ്. ദൈവസഭ കൂടി വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണ് അവര്. പക്ഷെ സഭ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള പ്രാർത്ഥന, ഇറ്റ് ഈസ് പവർഫുൾ, വെരി പവർഫുൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യെരുശലേം സഭയുടെ പരിചയം പോലെ കണ്ടിന്യൂലി ഡിവോട്ടഡ് ആണോ ടു പ്രേ? യെരുശലേം സഭയുടെ ആ ചിത്രം നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടാൻ ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഇതെന്താണ് ഇവിടുത്തെ രംഗം? മാളികമുറിയിൽ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ആൻഡ് ദേ വർ പ്രേയിങ്. ഞാൻ എൻ്റെ പഠനത്തിൽ ഞാൻ കണ്ടത്,
ജീസസ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധയാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2-ാം അധ്യായത്തിൽ ആത്മാവ് അവരുടെ മേൽ വരുന്നു. ജീസസ് ചെയ്ത കാര്യങ്ങൾ ഇവർ ഫോളോ ചെയ്യുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മസ്നാനം പ്രാപിക്കാത്തവരോട് ഞാൻ പറയാം, പക്ഷെ എങ്ങനെയാ ഇതൊന്ന് കിട്ടുന്നേ? പ്രാർത്ഥിച്ചാൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. 2, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പോലെ തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളെ നിറയ്ക്കാൻ കഴിയും. ഐ ഹാവ് സീൻ ദാറ്റ് ഹാപ്പനിങ്. 3, ഒരഭിഷക്തൻ ആത്മനിയോഗത്തിൽ കരം വെച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 8 നമ്മൾ കാണുന്നു, പീറ്റർ ആൻഡ് ജോൺ ശമരിയയിൽ ചെന്ന് കരം വെച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കരം വെക്കാൻ ആരുമില്ല, വചനം കേട്ടപ്പോ അനുഭവം ഒന്നും ഉണ്ടായില്ല, you can still pray. അല്ലേ? Jesus prayed for the anointing. The first century church prayed for Holy Spirit baptism. Amen. പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. You pray. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 24-25 വാക്യം, ഒരു പ്രത്യേക സാഹചര്യം. 12 ശിഷ്യന്മാരിൽ ഒരാൾ യൂദസ് കെട്ടുഞാന്നു ചത്തു. ആ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് ദൈവവചനത്തിലൂടെ അവർക്ക് ബോധ്യമായി. അത് പത്രോസ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അവര് പ്രാർത്ഥിച്ച് നറുക്കിട്ടു. ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് വരുമ്പോൾ ഹൗ മെനി പ്രേ? ഡസ് ദ ചർച്ച് പ്രേ? അതോ പിടിപാടുള്ളവരെ നമുക്ക് വിളിച്ചു കാണാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, കമ്മിറ്റി എല്ലാം കൂടെ ഒന്ന് കൂടി തീരുമാനിച്ചു ഞങ്ങൾ. വാട്ട് കമ്മിറ്റി? There is a God in heaven who answers prayer. അസാധ്യങ്ങളെ അവിടുന്ന് സാധ്യമാക്കി തരും. Praise the Lord. ഇവര് പ്രാർത്ഥിച്ച് നറുക്കിട്ടു. മത്തയാസിന് നറുക്ക് വീണു. അദ്ദേഹത്തെ 12ാമനായിട്ട് ഇവര് തെരഞ്ഞെടുക്കുകയാണ്. ആമേൻ. ജീസസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കണം. ലൂക്കോസ് 6:12. ഒരു രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഇവരെ ഓരോരുത്തരെയും ഒരു വൈഡർ സർക്കിൾ ഓഫ് ഡിസൈപ്പിൾസിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത്. പ്രാർത്ഥനയിൽ he wanted to know the will of his heavenly father. ദൈവസഭയെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. പ്രാർത്ഥനയാണ് ദൈവസഭയുടെ നട്ടല്. പ്രാർത്ഥിക്കാത്തവൻ ഒന്നും സാധിക്കത്തില്ല. പ്രാർത്ഥിക്കാത്ത സഭ ഒന്നും സാധിക്കത്തില്ല. They cannot be fruitful in the kingdom. യെരുശലേം സഭയുടെ മോഡൽ, they were a praying people. നമ്മുടെ സമയം ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അവർ അത്ഭുതം ചെയ്യാനൊന്നും പോയതല്ല, പ്രാർത്ഥിക്കാൻ പോയതാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആഹാരമൊക്കെ കഴിഞ്ഞൊന്ന് മയങ്ങേണ്ട സമയമാണ്, അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇവർ 2 കർത്തൃദാസന്മാരും കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. അവരുടെ പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊരു പ്രയറിലേക്കൊക്കെ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന ദേശം കർത്താവിന് വേണ്ടി ഇമ്പാക്റ്റ് ആകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥിക്കാൻ പോയ ആളുകളാണ് ഒരു മുണന്തനായ മനുഷ്യൻ പൈസ ചോദിച്ചു,
ഉറ്റു നോക്കി പത്രോസ് അവനെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ അത്ഭുതം അങ്ങനത്തെ നടന്നാൽ ബഹറിൻ എന്താകും? വൺ മിറക്കിൾ. എങ്ങനെ നടക്കും? Let the people of God pray that God's will be done on earth. നിങ്ങൾ നോക്കി, ഇതെല്ലാം യെരുശലേം സഭയെ കുറിച്ചാണ്. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും പ്രേയർ എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീസസിന്റെ പ്രേയർ ലൈഫ് ധാരാളമായ പരാമർശങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം നൂറ്റാണ്ട് ദൈവസഭയുടെ പ്രേയർ ലൈഫ്, അതിൽ നമ്മൾ ഇപ്പോൾ ജെറുസലേം ചർച്ചിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വീടുകളിൽ പേഴ്സിക്യൂഷന്റെ നടുവിൽ പ്രാർത്ഥനയാണ്. ശക്തമായ പോരാട്ടം അവർക്കെതിരെ ഉണ്ടായി. ആദ്യ നൂറ്റാണ്ടിലെ സഭ ഒരു ഹേറ്റഡ് ചർച്ചാണ്. ഭയങ്കര ഭീഷണികളിലൂടെയും എതിർപ്പുകളിലൂടെയും കടന്നുപോയവരാ. അവര് തിരിച്ച് മാനുഷികമായി ഒന്നും ചെയ്യാതെ അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രതികൂലം മാറ്റിയില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അഭിഷേകം അവരുടെ മേൽ വന്നു. അവർ ഇരുന്ന ഇടം കുലുങ്ങിയെന്നൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. അല്ലേ? പിന്നെ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കാൻ ഈസിയാ. പ്രാർത്ഥനയുടെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പറയാൻ ഈസിയാ. പ്രാർത്ഥിക്കാൻ ആ പാട്. ഇറ്റ്സ് ഹാർഡ് ടു പ്രേ. അതിന് ശത്രുവിന്റെ ഏറ്റവും വലിയ ട്രിക്കും ടെക്നിക്കും കീപ് ദ പീപ്പിൾ ബിസി. അതാണ് ചെയ്യുന്നത്. ആളുകൾ അങ്ങ് ബിസിയാ. എന്തോ പറയാനാ ഭാഷ, ഭയങ്കര ആഗ്രഹമാ പ്രാർത്ഥിക്കണം. നിങ്ങൾ വേറെ ഏത് യോഗം വേണമേ ഇയാള് വരും. ഒരു മുഴുരാത്രി പ്രാർത്ഥന വയ്ക്ക്. അന്നേരം ഇല്ലാത്ത പ്രശ്നം മുഴുവൻ ഉണ്ടായി. എന്തൊരു ബിസി. അപ്പോഴത്തേക്ക് എന്റെ ഭാഷയെ ഞാൻ വരാൻ എല്ലാം റെഡി. പക്ഷെ മൂക്ക് ഭയങ്കര ടെമ്പറേച്ചറാണ്. എന്തെങ്കിലും ഒരു പരിപാടി. സ്തോത്രം. ഭാഷയെ ഞാൻ വരാനിരുന്നപ്പോഴാ സാലിക്ക് എമർജൻസി കോൾ ഉണ്ടായി. ഡ്യൂട്ടിക്ക് പോയി നോക്കൂ. പിള്ളേരെ ഇട്ടു വരാൻ നോക്കൂ. എന്തെല്ലാം കാര്യമാണ്. വേറെ ഏതുമേ നിങ്ങൾ പോയി ഇന്ത്യയിൽ നിന്നൊരു പ്രവാചകൻ വരുന്നുണ്ട്, പുള്ളി ടെലിഫോൺ നമ്പറുകൾ നിങ്ങളുടെ പറയും. ഓ, അന്നേരം സാലിക്ക് ഡ്യൂട്ടിക്കും പോകണ്ട, പിള്ളേർക്ക് പനിയുമില്ല, എല്ലാം അങ്ങ് പോവല്ലേ. കാരണം ടെലിഫോൺ നമ്പർ നമ്മുടെ പറയും. പ്രാർത്ഥിക്കാൻ വരാമോ? ഈ പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിക്കുന്നത് തന്നെ എങ്ങനെ? പ്രാർത്ഥിക്കാൻ വരാമോ? അതാ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു വിഷയമല്ല. ചില ആളുകളുണ്ട്, ആരെങ്കിലും സിക്കായി എടുത്തോണ്ട് പോകും. എന്തോ ചെയ്യാനാ ഭാഷയെ? പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് വല്ലതും കഴിയുമോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നും. പ്രാർത്ഥിക്കാനല്ല നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? വേറെയൊക്കെ ആയിരുന്നു ചെയ്യേണ്ടത്, അത് നമുക്ക് കഴിയത്തില്ല. അതിനെ പ്രാർത്ഥിക്കുക. ഇതാണ് മനുഷ്യൻ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ഒക്കുമോ? അതാണ് ഏറ്റവും വലിയ കാര്യം. ജെറുസലേം സഭ നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. ഭീഷണികളുടെ നടുവിൽ പ്രാർത്ഥിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി നമുക്ക് നാളെ തുടരാം. 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അവർക്ക് നേതൃത്വം കൊടുത്ത അപ്പോസ്തലന്മാര് പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കും. They were devoted to prayer and to the ministry of the word. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.
the marks of a true spirit-filled church. അതിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജെറുസലേം ചർച്ച് വാസ് എ പ്രേയിങ് ചർച്ച്. എന്നെയും നിങ്ങളെയും കർത്താവ് ഈ വചനത്താൽ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. Over to you, Pastor Mathan K. Samuel. Thank you.